ഹായ് ഫ്രണ്ട്സ്, കീം 2024 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് 2024-25 അധ്യയന വർഷത്തിലെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ മേഖലയിലോട്ടുള്ള കോളേജുകളിലോട്ടുള്ള പ്രവേശനം തീരുമാനിക്കുന്ന എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ജൂൺ 5 മുതൽ 9 വരെ നടന്ന ഓൺലൈനായിട്ട് നടന്ന എൻട്രൻസ് എക്സാമിൻ്റെയും അതുപോലെ +2 മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ മേഖലയിലുള്ള പ്രവേശനം നടക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ കണ്ട ഒരു അസാധാരണത്വം, ഒരു അസാധാരണ പ്രതിഭാസം, അത് ചർച്ച ചെയ്യാനാണ് ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്നോടൊപ്പം എത്രയും സ്നേഹത്തോടെ ബിനോയ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, പ്രത്യേകിച്ച് ഞാൻ എടുത്തു കണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ കുറേ അധികം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറഞ്ഞൊരു കാര്യം സാറിൻ്റെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ ഈ മേഖലയിൽ 20 വർഷത്തിനധികം സാറ് IITയുടെയും NITയുടെയും കേരള എഞ്ചിനീയറിങ്ങിനും ഒക്കെ ഈ പ്രൊഫഷണൽ മേഖലയിലെ ഈ പ്രവേശന നടപടികളുമായിട്ട് സാറ് ഇടപഴകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഓൺലൈനാക്കി. ജൂൺ 5 മുതൽ 9 വരെ പരീക്ഷ നടന്നു. 6 വിദ്യാർത്ഥികൾക്കാണ് 100% സ്കോർ നേടിയത്. 10 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതിൽ 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്, 4ാം റാങ്ക് 100% സ്കോറുകാരൻ തന്നെ. പക്ഷേ ബാക്കിയുള്ള 2 വ്യക്തികൾ അവർക്കും 100% തന്നെ ആയിരുന്നു. ഹൈലി പൊട്ടൻഷ്യലുള്ള ആ റാങ്ക് ലിസ്റ്റിൻ്റെ അതേ ക്രമത്തിൽ തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ അവരെ കാണാൻ സാധിച്ചില്ല. എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഞാൻ ആ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായിട്ട് ഒരു ടേബിൾ ഞാൻ കാണിക്കാം. അന്നേരം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. നമുക്ക് ഈ പ്രാവശ്യം 6 പേർക്കാണ് സാറ് പറഞ്ഞവർക്ക് 100% കേരളത്തിൽ കിട്ടിയത്. 6 നമ്മുടെ കുട്ടികളായിരുന്നു. അതായത് എൻട്രൻസ് എക്സാമിന് 100% സ്കോർ കിട്ടിയ ഹാഫിസ് റഹ്മാൻ അലിക്കോട്ടിൽ, അലൻ ജോണി അനിൽ, ജോർദൻ ജോയി, റിയ ആനി, നെവിൻ സിബി 6 പേർക്കും 100%, അതായത് എൻട്രൻസ് എക്സാമിന് മുഴുവൻ സ്കോർ ചെയ്ത 6 വ്യക്തികളാണിത്. ഓക്കെ സാർ, ഇവർ ആദ്യത്തെ 3 പേര് ഈ വർഷം CBSE എക്സാമിനേഷൻ എഴുതിയ കുട്ടികളാണ്. ആദ്യത്തെ 3 പേര്. ഓക്കെ, ഇവർക്കെല്ലാം പരീക്ഷയ്ക്ക് കിട്ടിയത് 300-ലെ നോർമലൈസ്ഡ് സ്കോർ 291.6145. ഈ 6 കുട്ടികൾക്ക്. ഇവരിൽ ആദ്യത്തെ 3 പേര് 2024 CBSE-കാരും, 4ാമത്തെ ജോർഡൻ ജോയ് 2023 CBSE-ൽ പഠിച്ചു, 5ാമത്തെ റിയ ആനി റൂബർട്ട് 2023 സ്റ്റേറ്റിൽ പഠിച്ചു, നെവിൻ സിബി ഈ വർഷം 2024 സ്റ്റേറ്റ് കംപ്ലീറ്റ് ആക്കി. നമുക്ക് ഇവിടെയാണ് ഇതിന്റെ ഒരു പ്രതിഭാസത്തിന്റെ വ്യക്തമായ ഒരു ചിത്രം മനസ്സിലാകുന്നത്. ഇവര് CBSE-യും സ്റ്റേറ്റും 2 ഡിഫറെന്റ് ബോർഡ് പഠിച്ചവരാണ്. 2 വർഷത്തെ, അതായത് ഇവർ 2024, 2023, 2023, 2024. ഇനി നമുക്ക് കാര്യത്തിലേക്ക് നോക്കാം. ഇവരുടെ ബോർഡ് മാർക്ക്, ബോർഡിന് ആക്ച്വൽ ആയിട്ട് കിട്ടിയ മാർക്കാണ് 297. ഈ വർഷം 300 കിട്ടിയ മാർക്കാണ് 297. അടുത്ത ആൾക്ക് ഹാഫിസിന് 300 കിട്ടി, അലൻ ജോണിക്ക് 297 കിട്ടി, ജോർഡൻ ജോയിക്ക് 288, റിയ ആനി റൂബർട്ടിന് 360 360 360 കിട്ടി, നെവിൻ സിബിക്ക് 359 ഔട്ട് ഓഫ് 360 കിട്ടി. CBSE 300-ൽ നിന്നുള്ള വരുന്നത് 297, 300, 297, 288. 2023 സ്റ്റേറ്റ് 2023 360 120 കിട്ടി. നെവിൻ സിബിക്ക് 2024 സ്റ്റേറ്റ് 359 സ്കോർ ചെയ്യാൻ സാധിച്ചത്. ഇവരുടെ +2 മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ വർഷം CBSE കഴിഞ്ഞ 3 പേർക്കും 297 300 കിട്ടി, 300 തന്നെ 297 300. ഈ 3 കുട്ടികൾക്കും ഇവർക്കും ഈ 297 കുട്ടികളും അഡീഷണൽ കിട്ടിയത്. അതായത് 8 മാർക്ക് അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 292 തൊട്ട് കിട്ടിയ കുട്ടികൾക്കെല്ലാം 300-ലോട്ട് നോർമലൈസ്ഡ് ആണ് ചെയ്തത്. 2024 CBSE പഠിച്ച കുട്ടികൾക്ക് 8 മാർക്ക് അഡീഷണൽ കൂടുതലായിട്ട് കിട്ടി. 300-ലോട്ട് നോർമലൈസ് ചെയ്തൊരു ഭാഗ്യം ഉണ്ടായി. ഓക്കെ സാർ, ജോർഡൻ ജോയ് 2023 CBSE പഠിച്ചു. കഴിഞ്ഞ വർഷം ഈ കുട്ടി 12 മാർക്കിന്റെ കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ 2023-ലെത്തിയപ്പോഴും 12 മാർക്കിന്റെ ഒരു പ്രയോജനം കിട്ടി, 300-ലോട്ട് കിട്ടി. ഓക്കെ സാർ, റിയാനി റൂബർട്ട് സ്റ്റേറ്റ് സിലബസ് ആണ്. കഴിഞ്ഞ വർഷത്തെ 360-ല് 286.0033 ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ കുട്ടി ഫുൾ മാർക്ക് മേടിച്ചിരുന്നു. 2023 ഫുൾ മാർക്ക് മേടിച്ചു. പക്ഷെ ഈ പ്രാവശ്യം നോർമലൈസ് ചെയ്തപ്പോഴേക്കും
286 ആയി, അതായത് 14 മാർക്ക് കുറഞ്ഞു പോയി. കഴിഞ്ഞ പ്രാവശ്യം 285 പോയിന്റ് ആയിരുന്നു. ഇപ്രാവശ്യം ഗ്ലോബൽ മീനിന്റെ ഒരു ചെറിയ ചേഞ്ച് വന്നുകൊണ്ട് 0.5 അഡീഷണൽ മാർക്ക് വന്നാണ് 286 പോയിന്റ് 300 കിട്ടിയ ആൾക്ക് ഇവിടെ വന്നപ്പോഴേക്കും ഒരു 14 മാർക്കിന്റെ കുറവാണ് വന്നത്. 2024 സ്റ്റേറ്റുകാരനോ അതാണ് ഏറ്റവും പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വർഷത്തെയാണ് ഏറ്റവും പ്രശ്നം വന്നിരിക്കുന്നത്. 359 ഒരു മാർക്ക് കുറവ് വന്നിട്ടുള്ളൂ. പക്ഷേ 273.025 ആണ്, 27 മാർക്കിന്റെ കുറവാണ്. 2024 സ്റ്റേറ്റ് സിലബസിൽ ഒരു കുട്ടി 360-ൽ 359 മാർക്ക് മേടിച്ചു. പക്ഷെ നോർമലൈസ് വന്നപ്പോഴേക്കും 27 മാർക്കിന്റെ കുറവാണ് ആ വിദ്യാർത്ഥി. അദ്ദേഹത്തിന് മാർക്ക് ചെയ്യാവുന്ന മാക്സിമം സ്കോർ ചെയ്തു. അവനവന്റേതല്ലാത്ത കാരണത്താൽ എക്സാം സിമ്പിൾ ആവുകയോ കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് കിട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അയാൾ അതിന് ഉത്തരവാദിയല്ല. എന്നിട്ട് പോലും 27 മാർക്കിന്റെ കുറവാണ് 2024 സ്റ്റേറ്റ് സിലബസിന് സംഭവിച്ചത്. ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? റാങ്ക് വന്നപ്പോൾ ഇവർക്കെല്ലാം ഒരേ പൊട്ടൻഷ്യൽ ഉള്ള വിദ്യാർത്ഥികൾ, ഒരേ സ്കോർ കിട്ടിയ വിദ്യാർത്ഥികൾ അവനവന്റേതല്ല കാരണത്താൽ റാങ്കിങ്ങിൽ വന്നപ്പോൾ 1, 2, 3, 4, 25, 84 എന്ന് പറയുന്ന യാതൊരു ആനുപാതികവുമല്ലാത്ത ഏതൊരു വിദ്യാർത്ഥിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ചാർട്ട്. ഇത് ഈ ടോപ്പിൽ നമുക്ക് ഒരു 92-ന്റെ ഒക്കെ റേഞ്ചിലോട്ട് വരുമ്പോൾ, അതായത് ഒരു 1500-ന്റെ ഒക്കെ റേഞ്ചിലോട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഭീകരാവസ്ഥ കൂടുതൽ വരുന്നത്. CBSE ഉള്ള കുട്ടിക്ക് ഒരു 400 റാങ്ക് വരുമ്പോൾ സ്റ്റേറ്റ് പഠിച്ച കുട്ടി 1600. അത്ര വലിയൊരു വേരിയേഷൻ ആണ് ഇത് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഘടകം? അതായത് ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഏറ്റവും നല്ലൊരു അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്കോർ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അയാളുടെ റാങ്ക് കുറയ്ക്കാനാണ് ഈ +2 മാർക്കിന്റെ ഒരു ഘടകം ഈ 2024 അദ്ദേഹത്തിന് വന്നത്. അത് തന്നെയാണ് ആ പേരന്റ് പറഞ്ഞതും. എന്റെ കുട്ടിക്ക് മേടിക്കാവുന്ന മാക്സിമം, അതായത് പരീക്ഷയിൽ ഫുൾ മാർക്ക് മേടിച്ചു 120 എൻട്രൻസിൽ 99.89% സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. പക്ഷെ റാങ്ക് വന്നപ്പോൾ 1600-ലേക്ക് പോയി. ഒരു ക്വസ്റ്റിനെ തെറ്റിപ്പോയിട്ടു, പക്ഷെ റാങ്ക് വന്നപ്പോൾ 1600-ലോട്ട് പോയി. ഈ ഒരു ഇൻഇക്വാലിറ്റി, യാതൊരു തരത്തിലും നമുക്ക് തത്വദീക്ഷയില്ലാത്ത ആ ഒരു പ്രതിഭാസം എന്തായിരിക്കാം ഇങ്ങനെ ഒരു +2 മാർക്ക് ആഡ് ചെയ്യുന്നതിനുള്ള ഒരു വലിയൊരു വ്യത്യാസം ഈ വർഷം ഇങ്ങനെ റാങ്കിങ്ങിൽ വരാൻ? അത് നമ്മൾ നോർമലൈസ് ആണ്, സ്റ്റാൻഡർഡൈസേഷൻ ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഈ ഒരു ഇൻഇക്വാലിറ്റി നമുക്ക് ന്യായീകരിക്കാവുന്നതാണോ? സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഫോർമുലയിൽ തെറ്റ് വന്നതല്ല, എക്സാം സിമ്പിളായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇപ്പൊ അവർക്ക് ഇതേ രീതിയിലുള്ള വേരിയേഷൻസ് വന്നു എന്നുള്ള കാര്യം നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കുട്ടി അതിന് ഉത്തരവാദിയല്ല. കുട്ടി അതിന് ഉത്തരവാദിയല്ല. കുട്ടികൾ ആ ഒരു പ്രൊമോഷനാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ന്യായീകരണം നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറെ ഒരിടത്തും ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഒരു ബോർഡിലും ഈ രീതിയിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ ഇല്ല. തീർച്ചയായിട്ടും നേരിട്ട് എൻട്രൻസിന്റെ മാർക്കിലോട്ട് ആഡ് ചെയ്യുന്നില്ല. 2014 ജെയ്മെയിൻകാർ ഇത് പരീക്ഷിച്ചായിരുന്നു. ജെയ്മെയിന് വേണ്ടി അതെ 10-15 ലക്ഷം പേര് എഴുതുന്ന കുട്ടികൾക്ക് ഈ പരീക്ഷിച്ച് നോക്കി. പക്ഷേ അതിനുവേണ്ടി അവർ നോക്കിയിട്ട് 3 കൊല്ലം ഇംപ്ലിമെന്റ് ചെയ്തു. അതിനുശേഷം അത് ശരിയായ രീതിയിലല്ലെന്ന് മനസ്സിലാക്കി അതെടുത്ത് കളഞ്ഞ് ഇപ്പൊ എൻട്രൻസിനെ ബേസ് ചെയ്ത് മാത്രമാണ് പോകുന്നത്. മിനിമം കട്ട് ഓഫ്. അതെ. ബാക്കി ഒരു പരീക്ഷയ്ക്കും നമ്മൾ നോക്കുമ്പോൾ ജെയ്മെയിൻ ഇല്ല, നീറ്റിനില്ല, ജെയ് അഡ്വാൻസിനില്ല, CUT-ക്ക് ഇല്ല, ഒരു പരീക്ഷയ്ക്കും ഇല്ല. പോലും അതെ മാർക്ക് ആഡ് ചെയ്യേണ്ട ഒരു കേസില്ല. അതെ തീർച്ചയായിട്ടും അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ വന്ന ഒരു ഇതാണ്. കാരണം എനിക്ക് കോവിഡിന് തിരിച്ചായിരുന്നു CBSE-കാർക്കായിരുന്നു അന്ന് പ്രശ്നം വന്നിരിക്കുന്നത്. അന്ന് അവർ ഒത്തിരി പ്രശ്നം ഒക്കെ പറഞ്ഞതാണ്. ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. കോവിഡിന് ശേഷം +2-ന്റെ മാർക്കിന്റെ ആവറേജും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് വന്നു. അങ്ങനെ സ്റ്റേറ്റ് സിലബസിലുള്ളവർക്ക് കൂടുതലായിട്ട് വന്നു. അതാണ് ഇതിന്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതെ, അപ്പൊ അതുകൊണ്ട് ഈ +2 നമ്മുടെ എൻട്രൻസിന്റെ മാർക്കിലോട്ട് +2-ന്റെ മാർക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു വലിയ വ്യത്യാസം, ഇത് ഏറ്റവും ടോപ്പിലാണെന്ന് വിചാരിക്കണം. 1500-ലോട്ടും 4000-ലോട്ടും 10,000-ലോട്ടും ചെല്ലുമ്പോൾ അതിന്റെ ഭീകരത. കാരണം ഇപ്പൊ ഒരു 92 മാർക്കുള്ള ഒരു CBSE വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 100% ഉള്ള ഒരു സ്റ്റേറ്റ് സിലബസുകാരന് പോലും അച്ചീവ് ചെയ്യാൻ മേലാത്ത അത്ര റാങ്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വലിയൊരു ഘടകം ആണ് നമുക്കിവിടെ 2024 റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയിരിക്കുന്ന ഈ ഒരു പ്രതിഭാസം. അതായത് +2 മാർക്ക് ആഡ് ചെയ്തപ്പോൾ വന്നുള്ള +2 മാർക്ക് ആഡ് ചെയ്തപ്പോൾ സംഭവിച്ച ആ ഒരു
വലിയ വേരിയേഷൻ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. എൻട്രൻസിന്റെ റാങ്കിനെ മാത്രം ഇപ്പം നമുക്ക് അറിയാം, സാധാരണക്കാരുടെ ഇപ്പം +2 മാർക്ക് ആഡ് ചെയ്യുന്ന ഒരു പക്ഷേ +2-ന് കൂടുതൽ ശ്രദ്ധ വേണം, +2-ന് കൂടി ഇമ്പോർട്ടൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ നമുക്കറിയാം തീർച്ചയായിട്ടും +2 ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എൻട്രൻസ് വിജയിക്കുള്ളൂ. അപ്പം എല്ലായിടത്തും തന്നെ ആ ഒരു മിനിമം മാർക്ക് 70% വേണം, അല്ലെങ്കിൽ 80% വേണം എന്നുള്ളതുണ്ട്. അപ്പം അതല്ലാതെ നേരിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും നമുക്ക് അതിനെ ന്യായീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയല്ല. അല്ല, കാരണം ജെയ്മെയിന് 75% ആണ്, ജെയ് അഡ്വാൻസിന് 75% ആണ്. ബാക്കി ഏത് പരീക്ഷയ്ക്കാണല്ലോ ആ മിനിമം കട്ട് ഓഫ് സാർ പറഞ്ഞവർക്ക് 75% എന്നുള്ള ഒരു മിനിമം കട്ട് ഓഫ് നിലനിർത്തിക്കൊണ്ട് എൻട്രൻസിനെ ബേസ് ചെയ്ത് തന്നെ, കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാതെ, CBSE-കാർക്കും ബുദ്ധിമുട്ടില്ലാതെ, സ്റ്റേറ്റുകാർക്കും വെരിഫൈ ഇല്ലാതെ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കറക്റ്റായിട്ട് എൻട്രൻസിനെ ബേസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഉള്ള പോംവഴി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാരണം അവിടെ നമുക്കിപ്പം നമ്മളിത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എൻട്രൻസിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള രീതിയിലായിരിക്കാം. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ കാറ്റഗറി അനുസരിച്ചും അവരാഗ്രഹിക്കുന്ന ഒരു കോളേജ് അനുസരിച്ച് പ്രവേശനം കിട്ടണം. അതിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എൻട്രൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റാങ്കിങ് സിസ്റ്റം തന്നെയാണ് എപ്പോഴും ഏറ്റവും നല്ലത്. കാരണം അതിലൊരിക്കലും +2-ന്റെ സബ്ജക്ട് തന്നെയാണ് എൻട്രൻസിന്. അവിടെ ഒരിക്കലും +2-ന്റെ ശ്രദ്ധക്കുറവുണ്ടാവുകയോ അല്ലെ +2-ന്റെ +1 +2-ന്റെ ടോപ്പിക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുകയോ ഒന്നുമില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ മതി എൻട്രൻസ്. പക്ഷേ അവിടേക്ക് നമ്മൾ +2 മാർക്ക് ആഡ് ചെയ്തപ്പോൾ ഈ വർഷം 2024 സംഭവിച്ച വലിയൊരു പാകപ്പിഴവ്, അല്ലെങ്കിൽ വളരെയധികം വിദ്യാർത്ഥികൾക്ക് 50%-ലധികം വിദ്യാർത്ഥികൾക്ക് വളരെയധികം മനോവിഷമുണ്ടാക്കിയ ഒരു സിസ്റ്റത്തിലൂടെയാണ് 2024 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വന്നതെന്നുള്ളത് ഇവിടെ നമുക്ക് പൊതുസമൂഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രതികരിക്കുകയും ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും അത് ഒഴിവാക്കിക്കൊണ്ട് എൻട്രൻസിന്റെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി, എൻട്രൻസിന്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു റാങ്ക് ലിസ്റ്റിൽ കൂടെ തന്നെ ഈ മേഖലയിൽ പ്രവേശനം നടത്തണമെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ, കാരണം ഇപ്പൊ ഏത് സ്കൂളിൽ ഏത് സ്ട്രീമിൽ ചേർക്കുമെന്നൊക്കെ ഉള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ അത് പലതരത്തിൽ ബാധിക്കാനിടയുണ്ട്. പക്ഷെ ഇപ്പൊ കോവിഡിന് മുമ്പ് വരെ ഒരു സ്ട്രീമിലായിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റൊരു സ്ട്രീമിനാണ്. ഇനി ഇത് ചിലപ്പോൾ മാറിക്കൂടായില്ല. അപ്പോൾ ഒരു സ്ട്രീമിനും ബെനിഫിറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പൊതുവായിട്ടുള്ള തീരുമാനം. അതുകൊണ്ട് ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇനി വരുന്ന അധ്യയന വർഷത്തിൽ 25-26 അധ്യയന വർഷത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ധാരാളം സമയമുള്ളപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.